അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലാണ് ഇന്ന് ഉത്രട്ടാതി നാളാണ്. ഉത്രട്ടാതി നാളെന്ന് പറയുന്നത് ദേശഗുരുതി നടക്കുന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോമരങ്ങളെല്ലാം കാവിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമാണ്. കാവിലേക്ക് പ്രവേശിച്ച് കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് അതുപോലെ തന്നെ അമ്മയുടെ നടയിൽ പോയിട്ട് നൃത്തമാടി ആദ്യത്തെ നിണം കൊടുക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഭൂരിഭാഗം വെളിച്ചപ്പാടുമാരും അല്ലെങ്കിൽ കോമരങ്ങളും ഇന്നത്തെ ദിവസമാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം നിലപാട് തറയിൽ കയറിയതിന് ശേഷം അവിടെ വിളക്ക് വെച്ച് അവിടെ ഇരുന്ന് ഭരണിപ്പാട്ട് പാടി നൃത്തമാടി അതിനുശേഷം നാളെ രേവതി, ആ രേവതി നാളിലും ഇതേപോലെ തന്നെ ഒരു തവണ ക്ഷേത്രത്തിന് വലം വെച്ച് നൃത്തം ചെയ്യുന്നു, നിണം കൊടുക്കുന്നു. അതിനുശേഷം അശ്വതി നാളിൽ രാവിലെ തന്നെ കായൽക്കുളിക്കായിട്ട് പോവും. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭരണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആചാരങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും പല ആചാരങ്ങളാണ്. അവരവരുടെ പാരമ്പര്യം അനുസരിച്ച് അവരവരുടെ കാരണവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാവുന്ന ഇപ്പോൾ പാരമ്പര്യമായിട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കല്ലിൽ ചുവന്ന പട്ട് സമർപ്പിക്കാം, പട്ട് വെച്ചിട്ട് കോഴിക്കല്ല് മൂടാം. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മച്ചിലമ്മ എന്ന് പറയുന്നത്. മച്ചിലമ്മയുടെ ആ ഒരു സ്ഥാനത്ത് നാളികേരം എറിയാം, അതുപോലെ തന്നെ കോഴിയെ സമർപ്പിക്കാം. അതുപോലെ തന്നെ അമ്മയുടെ സ്വത്തായിട്ടുള്ള ആ ഒരു കുരുമുളകും മഞ്ഞളും അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയും എന്ന് പറയുന്നത് ഈ മച്ചിലമ്മയ്ക്ക് സമർപ്പിക്കാം. അത് അവിടേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉയർന്ന ഭാഗത്തിലാണ് ഈ മച്ചിലമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കായൽക്കുളി എന്ന് പറയുന്നതാണ്. കായൽക്കുളി എന്ന് പറയുമ്പോൾ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള 5 ബീച്ചുകളിലായിട്ടാണ് കായൽക്കുളി നടക്കുന്നത്. അത് അശ്വതി നാളിൽ രാവിലെയാണ് കായൽക്കുളി നടക്കുന്നത്. ആ ബീച്ചുകളിൽ പോയി കായൽക്കുളി നടത്തി വീണ്ടും കാവിലേക്ക് വരുന്നു. അത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എല്ലാ കോമരങ്ങളും എല്ലാ സംഘങ്ങളും വരുന്നത്. അതിനുശേഷം അശ്വതി കാവതീണ്ടലിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. പലരും ഭരണിപ്പാട്ട് തൃച്ചന്ദന ചാർത്ത് പൂജയുടെ സമയത്ത് പാടുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പതിവ് പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തൃച്ചന്ദന ചാർത്ത് നടത്തുന്ന രവീന്ദ്രനാഥൻ അടികൾ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞത് തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഭരണിപ്പാട്ട് നിർത്തണം എന്നുള്ളതാണ്. അതിനുശേഷം അശ്വതി കാവതീണ്ടലിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അമ്മയുടെ ചികിത്സ നടക്കുന്ന സമയമാണ്. ആ അമ്മയുടെ ചികിത്സ നടന്നു കഴിയുമ്പോൾ തമ്പുരാൻ പുറത്തേക്ക് എഴുന്നള്ളി നിലപാട് തറയിലിരുന്ന് ചുവന്ന കുട ഉയർത്തുന്നു. അതിനുശേഷമാണ് കാവതീണ്ടൽ നടക്കുന്നത്. അപ്പോൾ 3 ദിവസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതും വളരെ തിരക്കേറിയതുമായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ കാവിലെ കാഴ്ചകൾ കാണാം, പ്രത്യേകിച്ച് ഉത്രട്ടാതി നാളിലെ കാഴ്ചകൾ. बोला